പരസ്യ ജീവിതത്തിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ പറയാനുണ്ട്. കാരണം അത് ഈ കഴിഞ്ഞ 40 കൊല്ലം കൊണ്ട് നമ്മൾ കടന്നു വന്ന യാത്രകളിൽ എവിടെയെല്ലാം ഉണ്ടായ സംഭവം ഉണ്ടായി. ഞാനിപ്പോഴും ഓർക്കുന്നു, ജഗദീശ്വരന്മാർ ഇപ്പോൾ മലാതെ കിടക്കുന്ന അമ്പിളിച്ചേട്ടനെ വെച്ചൊരു ആഡ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ലൂണാർ ഹവായിയാണ്. സത്യത്തിൽ അമ്പിളിച്ചേട്ടൻ എനിക്ക് തന്ന ഡേറ്റും ഷെഡ്യൂളും അനുസരിച്ചാണ്, പറയുന്ന ഡേറ്റ് അനുസരിച്ച് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ അവിടെ പോയി നിൽക്കുക. അമ്പിളിച്ചേട്ടൻ ഇല്ല. തിരക്കി ചെന്നപ്പോൾ പറഞ്ഞ് അമ്പിളിച്ചേട്ടൻ ശബരിമലയ്ക്ക് പോകുകയെന്ന് പറഞ്ഞു. പിന്നെ അന്ന് മുഴുവൻ ഞങ്ങൾ വേറെ ആടുകളെ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. 2-ാം ദിവസം ഞങ്ങൾ നോക്കിയിരിക്കുക അമ്പിളിച്ചേട്ടനെ. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടിങ്ങിൽ അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു 4 മണിയായപ്പം അമ്പിളിച്ചേട്ടൻ്റെ വിളി വന്നു. എവിടെ നിന്നും അറിയുന്നു അമ്പിളിച്ചേട്ടൻ വന്നിട്ടുണ്ട്, ശബരിമലയിൽ തിരിച്ചെത്തി. അമ്പിളിച്ചേട്ടൻ ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞ് ഇവിടെ വരുന്നു. മേക്കപ്പ് വേഗം മേക്കപ്പ് ഇടാൻ പറയുന്നു. മേക്കപ്പ് ഇടാൻ വേണ്ടി അടുത്ത വീട്ടിൽ നമ്മുടെ മാവേലിക്കര പൊന്നമ്മ ചേച്ചിയുടെ വീടാണ് തൊട്ടടുത്തുള്ളത്. അവിടെ തിരുവനന്തപുരത്ത് വെച്ചാണ് ഷൂട്ട് നടക്കുന്നത്. പൊന്നമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി അദ്ദേഹം തന്നെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇറങ്ങി വരുന്നു. അപ്പോൾ ലൈറ്റ് പോയി തുടങ്ങി 5 മണിയാകുന്നു. അപ്പോഴാണ് പറയുന്ന ഒരു ഷോട്ട് എടുക്കുക. നിങ്ങളിപ്പോഴും കാണുന്നുണ്ടായിരിക്കും ഓട്ടോറിക്ഷ അദ്ദേഹം വന്ന് ഇറങ്ങുന്നതും കാല് തിന്നി വീഴാൻ പോകുന്നതുമായ ഒരു പരസ്യം ഷൂട്ട് ചെയ്ത സമയമാണ് ഞാൻ പറയുന്നത്. അത് അമ്പിളിച്ചേട്ടൻ്റെ സ്പീഡായതുകൊണ്ട് ഏതാണ്ട് 15 മിനിറ്റ് എടുക്കെടുക്കെന്നും പറഞ്ഞ് ബഹളം വെക്കുക. ഞാനാണെങ്കിൽ അന്ന് അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടറായിട്ട് മാറിയിട്ടില്ല. എൻ്റെ ആദ്യകാല പരസ്യങ്ങളിലൊന്നാണ്. അപ്പോൾ അമ്പിളിച്ചേട്ടൻ്റെ സ്പീഡിനൊപ്പിച്ച് എനിക്ക് ചെല്ലാനും പറ്റുന്നില്ല. ക്യാമറ അത് മൂവി ക്യാമറയാണ്. മൂവി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വരാൻ കുറേ സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പിന്നെ രവി കെ ചന്ദ്രനാണ്, അന്ന് പ്രശസ്തനായ രവി കെ ചന്ദ്രനായിരുന്നു ക്യാമറ ചെയ്ത്. അതുകൊണ്ട് അത് കുറച്ചും കൂടി സ്പീഡിൽ നടത്താൻ പറ്റി. പക്ഷേ ആ പരസ്യം അങ്ങനെ വെറും 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആ പരസ്യം മുഴുവൻ ഷൂട്ട് ചെയ്ത് തീർത്തു. സത്യത്തിൽ പറയുകയാണെങ്കിൽ ആ പരസ്യം പിന്നീട് ഏറ്റവും വലിയ ഹിറ്റായി മാറുമ്പോൾ സത്യത്തിൽ നമ്മൾ ഓർത്തു, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും ടെൻഷൻ അടിച്ച് ഷൂട്ട് ചെയ്തൊരു പരസ്യം ജനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കണ്ടുകൊണ്ട് ഇപ്പോഴും എനിക്ക് അമ്പിളിച്ചേട്ടനെ ഓർക്കുമ്പോൾ അതൊരു വലിയ അനുഭവമായി തന്നെയാണ് തോന്നുന്നത്.